ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങൾ സെപ്പറേറ്റ് സ്റ്റാൻഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ വെയിറ്റും അതായത് വെള്ളത്തിൻ്റെ വെയിറ്റും കൊണ്ട് ടാങ്ക് അതിൻ്റെ സ്റ്റാൻഡ് പൊതുവെ വളഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ വളഞ്ഞു വന്നതിന് ശേഷം പിന്നീട് ടാങ്ക് പൊട്ടിപ്പോയി എന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റാൻഡ് നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് 5 അടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 5 അടി ഹൈറ്റിൽ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന സപ്പോർട്ടുണ്ട്, ഇതുപോലത്തെ സപ്പോർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മസ്റ്റായിട്ടും കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരെണ്ണമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്, ഒരെണ്ണം കൊടുത്താലും മതി. ഇനി 2 എണ്ണം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാ 4 സൈഡിലുമായിട്ട് ഒരു ഇൻറ്റ് പോലെ സെപ്പറേറ്റ് നേരെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ വെയിറ്റ്, അതായത് ഒരിക്കലും ആ സെൻറ്റർ, അതായത് വെള്ളം കയറുമ്പോൾ ടാങ്കിൻ്റെ വെള്ളം വരുന്നത് ഏരിയയിൽ ടാങ്ക് ഇരിക്കുന്ന എവിടെയാണോ അവിടെ പതുക്കെ താഴേക്ക് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ താഴേക്ക് ഇരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത്രയും വെയിറ്റ് ഇരിക്കുന്നതുകൊണ്ട് വളഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഏരിയ നമ്മൾ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ വളച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ഗോണി ഒരെണ്ണം കൊടുത്തിരിക്കുന്നുണ്ട് സൈഡിൽ നിന്ന് കയറാനായിട്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ അതുപോലെ തന്നെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടാങ്കിൻ്റെ ഏരിയ അടിക്കാനായിട്ട്, ആ സ്റ്റാൻഡ് അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഗോണിലൂടെ മുകളിലേക്ക് കയറി നിൽക്കാവുന്ന സ്പേസ് അവിടെ ഉണ്ടാവണം. 4 സൈഡിലായിട്ട് കയറി നിൽക്കാവുന്ന സ്പേസ് ഉണ്ടാവണം. അതിന് ശേഷം നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ടാങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവണം. കറക്റ്റ് സ്റ്റാൻഡിൻ്റെ ലെവൽ, അതായത് ടാങ്കിൻ്റെ സെയിം വലിപ്പത്തിൽ സ്റ്റാൻഡ് അടിച്ചു വെക്കരുത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും ഒന്നും മുകളിലേക്ക് കയറാനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ സ്റ്റാൻഡ് അടിക്കുന്ന സമയത്ത് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് വെക്കുന്നതെങ്കിൽ അതിനേക്കാൾ 4 സൈഡും ഒരടി കിട്ടാവുന്നില്ല, അതിൽ 30 സെൻറ്റിമീറ്റർ 4 സൈഡും കിട്ടാവുന്ന രീതിയിൽ വേണം, കുറച്ചുകൂടി വൈഡ് ആയിട്ടിട്ട് വേണം ടാങ്ക് സെറ്റ് ചെയ്യാൻ. ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റാൻഡ് അടിക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ പറഞ്ഞു സപ്പോർട്ടാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. 4 സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ സെൻറ്ററിൽ നിന്നും, അതായത് സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത്. ആ വെയിറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ഏരിയകളിൽ ഇപ്പോൾ ഒരെണ്ണം തന്നെ കൊടുത്തിട്ടാണെങ്കിലും ചെറിയൊരു വളവ് പോലെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ 2 എണ്ണം മസ്റ്റായിട്ടും, അല്ലെങ്കിൽ ഒരെണ്ണം ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും കൊടുത്തിരിക്കണം. അപ്പോൾ ഒന്നും കൊടുക്കാത്ത അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ സ്റ്റാൻഡ് പതുക്കെ അത്രയും ഇരിപ്പിലോട് വരുന്ന സമയത്ത് പതുക്കെ സെൻറ്റർ വളയുന്നതായിട്ട് കാണാൻ സാധിക്കും. സെൻറ്റർ വളഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ ഏത് ടാങ്കോ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത്രയും ലോഡ് ഇരിക്കുന്ന സമയത്ത് ആ ഏരിയ വെച്ചിട്ട് ടാങ്ക് അല്ലെങ്കിൽ വട്ടം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല ഹൈ പൈസയായിരിക്കും നമുക്ക് നഷ്ടം വരിക. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാം. അത് മാത്രമല്ല നമ്മൾ ഗോണിയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് കാര്യങ്ങൾ, ഹൈറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. 5 അടി ഹൈറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് സൈഡിലായിട്ട് നമ്മൾ വാട്ടർ ഹീറ്റർ, അതായത് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്ഷൻസ് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം സ്റ്റാൻഡ് എങ്ങനെ അടിക്കാമെന്നും എങ്ങനെ അടിച്ചുകൊണ്ടതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.